CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ആരോഗ്യമേഖലയിൽ സമാനതകളില്ലാത്ത മികവാണ് കേരളത്തിന്റേതെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ നവീകരിച്ച കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും പുതിയ OP ബ്ലോക്കിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇടതുപക്ഷ സർക്കാരിന് ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനത്തിലൂടെ പ്രകടമായതെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം CCTVയോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ സാമൂഹിക നവോത്ഥാന ചരിത്രത്തിൽ ആവേശകരമായ അധ്യായം കുറിച്ച ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹത്തിന്റെ ഓർമ്മയ്ക്ക് ശനിയാഴ്ച 94 വയസ്സെത്തുകയും ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാക്കാൻ NK അക്ബർ MLA വിളിച്ചു ചേർത്ത അവലോകന യോഗം തീരുമാനിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് 18-ാം വാർഡിലെ കരിയന്നൂർ മയൂകം അങ്കണവാടിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. വേതന പാക്കേജ് പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ റേഷൻ വ്യാപാരികൾ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി തൃശൂർ ജില്ലയിലെ റേഷൻ വ്യാപാരികൾ നവംബർ 1 താലൂക്ക് കേന്ദ്രങ്ങളിൽ ധർണ നടത്തും. ജാതിപേര് വിളിച്ചെന്ന ആക്ഷേപം. കടവല്ലൂർ മുൻ പഞ്ചായത്ത് അംഗം ജമാൽ കോട്ടോലിനെ വെറുതെ വിട്ടു. ദൃശ്യമാധ്യമങ്ങളുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്തതായി ആക്ഷേപിച്ചും സ്ത്രീത്വത്തിന് കളങ്കം വരുത്തിയെന്നാരോപിച്ചും കടവല്ലൂർ പഞ്ചായത്ത് കോട്ടോൽ വാർഡ് മുൻ അംഗം ജമാൽ കോട്ടോലിനെതിരെ കുന്നംകുളം കോടതിയിൽ പോലീസ് ഫയൽ ചെയ്ത കേസാണ് വിചാരണ കൂടാതെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് L ജയന്തൻ തള്ളിയത്. TV ജോൺസിന് KGF ബിസിനസ് എക്സലൻസ് പുരസ്കാരം സമ്മാനിച്ചു. CCTV TCV കേരള വിഷൻ ചാനലുകളുടെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന TV ജോൺസിന് കുന്നംകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബിസിനസ്സുകാരുടെയും പ്രൊഫഷണലുകളുടെയും സംഘടനയായ നോളജ് ആൻഡ് ഗ്രോത്ത് ഫൗണ്ടേഷനാണ് KGF ബിസിനസ് എക്സലൻസ് പുരസ്കാരം നൽകി ആദരിച്ചത്. തൊഴിൽ വകുപ്പിന് കീഴിൽ ചാവക്കാട് അസിസ്റ്റന്റ് ലേബർ ഓഫീസിന്റെ നേതൃത്വത്തിൽ അതിഥി തൊഴിലാളികൾക്കായി മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുന്നതിനും ആരോഗ്യ സംരക്ഷണത്തിനുമായി കുന്നംകുളം നഗരസഭ ഒരുക്കുന്ന ഓപ്പൺ ജിം സീനിയർ ഗ്രൗണ്ടിൽ പ്രവർത്തനം തുടങ്ങി. കടവല്ലൂർ പഞ്ചായത്തിൽ 3 ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന സംഗമോത്സവം 2025 വനിതാ സംഗമത്തോടെ സമാപിച്ചു. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് വിവിധ സ്കൂളുകളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ കൂട്ടയോട്ടം നടത്തി. അധ്യാപകനും ക്രൈസ്തവ എഴുത്തുകാരനുമായിരുന്ന പരേതനായ TC മാത്യു മാസ്റ്ററുടെ ഓർമ്മയ്ക്കായി കുന്നംകുളം UPF വായനശാല ആരംഭിക്കുന്നു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്തിന്റെ 15 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച ബോയ്സ് ടോയ്ലറ്റിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീല അദൂർ നിർവഹിച്ചു. നിയുക്ത ശബരിമല മേൽശാന്തി ഏറന്നൂർ പ്രസാദ് നമ്പൂതിരിക്ക് മരത്തങ്കോട് പുതിയ മാത്തൂർ ചിറക്കൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. സത്യസായി ബാബയുടെ 100ാം ജന്മദിനത്തോടനുബന്ധിച്ച് ഗുരുവായൂർ സായി സഞ്ജീവനി ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നവംബർ 15, 16 തീയതികളിലായി നൃത്തോത്സവം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. +1 വിദ്യാർത്ഥിയെ കാണുവാനില്ലെന്ന് പരാതി. കൂറ്റനാട് തണ്ണീർക്കോട് വള്ളിക്കാട്ട് തീയത്ത് ചന്ദ്രമോഹന്റെ മകൻ വിഘ്നേഷിനെയാണ് വ്യാഴാഴ്ച രാത്രി 8 മണി മുതൽ കാണാതായത്. കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ 9744145680 എന്ന ഫോൺ നമ്പറിലോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ വിവരമറിയിക്കണം. കോലഞ്ചേരി കാൽവറി പ്രയർ ഫെലോഷിപ്പിന്റെ സുവിശേഷ യോഗം ഇനി മുതൽ എല്ലാ മാസവും 1-ാം ഞായറാഴ്ച കുന്നംകുളം വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ നടക്കും. എല്ലാം 1-ാം ഞായറാഴ്ചയും വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെയാണ് സുവിശേഷ യോഗം നടക്കുക. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.